എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകരയുടെ എല്ലാ മാസവും നമ്മൾ നടത്തിവരുന്നത് ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിവരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ മാസം നമ്മളുടെ മെഡിക്കൽ ക്യാമ്പ് അദ്വൈത മിഷൻ സ്കൂളിലായിരുന്നു, ഡെൻ്റൽ ക്യാമ്പായിരുന്നു. അപ്പം നമ്മളുടെ മെമ്പറായിട്ടുള്ള സൗകര്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡെൻ്റൽ ക്യാമ്പ് നടന്നത്. അപ്പം ഈ മാസത്തെ നമ്മളുടെ ക്യാമ്പ് ഇവിടെ നിവേദ്യ വിദ്യപീഠ രാമനാട്ടുകര വെച്ചിട്ട് നടക്കുകയാണ്. നമ്മൾ എല്ലാ മാസവും ക്യാമ്പ് രീതിയിലാണ് നടത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്യാമ്പ്. അപ്പോൾ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകര പ്രസിഡന്റ് മാനേജറുണ്ട്, വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളുടെ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് സ്വാഗതം പറയുന്നത്. നമ്മുടെ ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകരയുടെ ഈ ഒരു ഉദ്യമം ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് വിദ്യാലയമായിട്ട് നമ്മുടെ രാമനാട്ടുകരയിലെ ലയൺസ് ക്ലബ്ബ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ജൂൺ 5-ാം തീയതി അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഒരു ഷോർട്ട് നോട്ടീസിലുള്ളൊരു ക്ഷണമായിരുന്നിട്ട് പോലും ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഇവിടെ വരികയും വൃക്ഷത്തൈ നടുകയും നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആരോഗ്യ പരിപാലന മേഖലയിലും രാമനാട്ടുകരയിലെ ലയൺസ് ക്ലബ്ബ് പല സ്റ്റെപ്പുകളും എടുത്ത് ജനസേവനത്തിന് മുന്നിട്ടിറങ്ങുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ നിർദ്ദേശം വിദ്യാലയത്തിനോട് പറഞ്ഞപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളിത് സ്വീകരിച്ചു. കാരണം നമ്മുടെ വിദ്യാലയത്തിനോട് എപ്പോഴും വളരെ ഒരു അടുപ്പം കാണിക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ് രാമനാട്ടുകരയിലെ ലയൺസ് ക്ലബ്ബ്. അപ്പോൾ ഇന്നിവിടെ കുട്ടികളുടെ ഐ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ ഈ ഒരു ഐ ടെസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്ത രാമനാട്ടുകരയിലെ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളോട് വിദ്യാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. മേലിലും ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തെ ചേർത്ത് പിടിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഓവറോൾ എക്സ്പീരിയൻസ് ഇതിന് ശേഷം ആഫ്റ്റർ ഓൾ എന്തൊക്കെ സർവീസസാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് സാർ പറയുന്നതായിരിക്കും. പറഞ്ഞോളൂ സാറേ. ഇത് നമ്മളെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ കുട്ടികളായിരുന്നാലും ശരി, മുതിർന്നവരായിരുന്നാലും ശരി, നമ്മൾ കണ്ണട ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്ത് കാര്യങ്ങളായിരുന്നാലും ഹൈടെക് മീഡിയാസ് ഉപയോഗിക്കുമ്പോഴായിരുന്നാലും IT മേഖലയിലായിരുന്നാലും ശരി, കണ്ണിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോട്ടറി ക്ലബ്ബ് പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ലയൺസ് ക്ലബ്ബ് പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ പൊതുരംഗത്തായിരുന്നാലും ശരി, ആധുനിക സേവന രംഗത്തായിരുന്നാലും ശരി, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണത്.
ആ പ്രസ്ഥാനം സാധാരണ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നു, ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തൊഴിലാളികളുടെ ഇടയിൽ ക്യാമ്പ് നടത്തുന്നു, ഓഫീസുകളിൽ നടത്തുന്നു, ഫാക്ടറികളിൽ നടത്തുന്നു. ഈ ക്യാമ്പുകളെല്ലാം തന്നെ ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് ഒരു സ്വാർത്ഥതയോ ലാഭമോ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. പൊതുരംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ ക്യാമ്പ് നടക്കുന്നത് ലയൺസ് ക്ലബ്ബ് നടത്തി കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ ഇടയിൽ നമുക്ക് ക്യാമ്പ് നടത്തി നോക്കുമ്പോഴാണ് അവർക്ക് എത്രമാത്രം കാഴ്ചയുടെ പ്രശ്നമുണ്ട്, മറ്റ് നേത്ര രോഗങ്ങളുണ്ട് എന്നെല്ലാം മനസ്സിലാകുന്നത്. അതെല്ലാം കൂടെ കണ്ടുപിടിച്ച് ഈ വിദ്യാർത്ഥികളെ, ഈ അവിടുത്തെ അധ്യാപകരെ, ഈ പ്രദേശത്തുള്ള ആളുകളെ എല്ലാം അവരുടെ നേത്രരോഗവും നേത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് ലയൺസ് ക്ലബിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൽ എന്നെപ്പോലെയുള്ള രാമനാട്ടുകരയിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചും മറ്റൊരു ലാഭേച്ഛയോട് കൂടിയിട്ടല്ല ഈ ഒരു കാര്യത്തിലേക്ക് ഇവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ള നേത്രരോഗമുള്ള കുട്ടികളെ കോഴിക്കോടുള്ള പ്രശസ്ത സ്ഥാപനത്തിലേക്ക് ശ്രീകാന്ത് ഐ കെയറിലേക്ക് അവർ റെഫർ ചെയ്യുന്നു. അവരാണ് ക്യാമ്പ് നടത്തുന്നത്. അവിടെ ആധുനിക ചികിത്സ ചുരുങ്ങിയ ചെലവിൽ നടത്തി കൊടുക്കാനുള്ള സൗകര്യം, മറ്റ് എല്ലാവിധ ഇൻഷുറൻസ് സൗകര്യങ്ങളോടും കൂടി ചെയ്തു കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് കോഴിക്കോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാവുക, അവരെ സഹായിക്കുന്നതിൽ കൂടെ ഒട്ടി നിൽക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നേത്രരോഗം, കാഴ്ചക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫർദറായിട്ടുള്ള എല്ലാ ചികിത്സകളും കൊടുക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ കന്നഡ ആവശ്യമുള്ള കുട്ടികൾക്ക്, ആർക്കാണോ കന്നഡ ആവശ്യമുള്ള കുട്ടികൾക്ക്, അവർക്ക്, ഞാനും ഈ പ്രദേശത്തുകാരനാണ്, ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ലെൻസും ഫ്രെയിമുകളും കൊടുക്കുക എന്നുള്ളതാണ്. അതും മിതമായ നിരക്കിൽ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാഭേച്ഛ കൂടാതെ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കന്നഡ കൊടുക്കുകയും അവർക്ക് എപ്പോഴെല്ലാം അതിൻ്റെ ആഫ്റ്റർ സർവീസ്, കന്നഡ എന്ന് പറയുന്ന ഈ ഉപകരണം ഇടയ്ക്കിടയ്ക്ക് സർവീസ് ആവശ്യമുള്ളൊരു സാധനമാണ്. അത് ആവശ്യമുള്ള സർവീസുകളെല്ലാം തന്നെ സൗജന്യമായി ചെയ്തു കൊടുക്കാനും എൻ്റെ പ്രസ്ഥാനം തയ്യാറാണ്. ഞാൻ രാമനാട്ടുകരയിലെ 36 വർഷമായി ഈ സ്ഥാപനം കലാ ഒപ്റ്റിക്കൽസ് എന്ന പേരിലുള്ള സ്ഥാപനം ആരംഭിച്ചിട്ട്. മാത്രമല്ല, രാമനാട്ടുകരയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ഗ്രാമീണ പ്രദേശമായിരുന്ന ഒരു കാലത്ത് ഇന്ന് നഗരവൽക്കരിക്കപ്പെട്ടുവെങ്കിലും ആ കാലത്ത് ഒരു കണ്ണട ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽസ് സ്ഥാപനം എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലത്ത്, ലാഭം കിട്ടുമോ കിട്ടില്ലേ എന്നറിയാത്ത കാലത്താണ് ഈ മേഖലയിലേക്ക് ഇറങ്ങി വരികയും രാമനാട്ടുകരയിൽ ഈ സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്ത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നിട്ട 36 വർഷങ്ങളെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെ പതിരും നെല്ലും എടുത്തു കളയുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഈ പ്രദേശത്തെ ജനഹൃദയങ്ങളിൽ കണ്ണട എന്ന് പറയുമ്പോൾ കലാ ഒപ്റ്റിക്കൽസ് എന്നൊരു സ്ഥാപനത്തിൻ്റെ പേര് പതിയാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെയും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുകയാണ്. ഓക്കെ സർ, ഓക്കെ. ഞങ്ങളോട് സഹകരിച്ചതിന് തീർച്ചയായും നന്ദി അറിയിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. തിരിച്ചും നന്ദിയുണ്ട്.